നമസ്കാരം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം കൊന്നൊടുക്കിയിട്ടും സൈനികമായോ ലോകത്തിന്റെ മുന്നിൽ രാഷ്ട്രീയമായോ ഒന്നും തന്നെ നേടാനാവാത്ത ഇസ്രായേൽ ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിച്ചു തുടങ്ങിയെങ്കിലും അതും അമ്പെ പരാജയപ്പെടുന്ന അവസ്ഥയിലാണിപ്പോൾ. ഹമാസിനെ 3 ദിവസത്തിനുള്ളിൽ തീർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് യുദ്ധം തുടങ്ങി ഇപ്പോൾ 6 മാസമായിട്ടും ഹമാസ് അടക്കമുള്ള പോരാട്ട സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയാതെ വന്നിരിക്കുന്ന ഇസ്രായേൽ അധിനിവേശ ഭീകര സൈന്യം ഇപ്പോൾ അവസാനത്തെ തന്ത്രങ്ങൾ പുറത്തെടുത്തിരിക്കുകയാണ്. പോരാട്ട സംഘങ്ങളെ കണ്ടെത്താൻ ഫലസ്തീനിനുള്ളിൽ നിന്നു തന്നെയുള്ള ചാരന്മാരെ നിയോഗിക്കാനുള്ള ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ പുതിയ ആസൂത്രണങ്ങളാണ് ഇപ്പോൾ പാളിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ചാരന്മാരാകാൻ യുവാക്കൾ, പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭത്തിൽ വൻതോതിൽ പ്രലോഭനങ്ങൾ വാഗ്ദാനം ചെയ്താണ് പോരാട്ട സംഘങ്ങളെ കണ്ടെത്താൻ IDF ശ്രമിക്കുന്നത്. എന്നാൽ യുദ്ധഭൂമിയിലെ ഇത്തരത്തിൽ ചാരന്മാരെ ഫലസ്തീൻ പോരാളി സംഘങ്ങൾ തന്നെ മുൻകൂട്ടി കണ്ടെത്തി പരസ്യമായി തന്നെ കൊന്നൊടുക്കി തുടങ്ങിയതോടെ IDFന്റെ ഇത്തരം ശ്രമങ്ങളും വേദാവിലായിരിക്കുകയാണിപ്പോൾ. ഇത്തരത്തിൽ ചാരപ്പണിക്കിറങ്ങിയ ചിലരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ പരസ്യമായി കൊന്നൊടുക്കിയ വീഡിയോകളാണ് പോരാട്ട സംഘങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിശുദ്ധ റമദാൻ മാസത്തിലും നോമ്പുകാരായ പട്ടിണിക്കോലങ്ങളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം അതിനിഷ്ഠൂരം കൊന്നൊടുക്കുമ്പോഴും ഇസ്രായേൽ ഭീകരർക്ക് ഇവരുടെ ലക്ഷ്യങ്ങൾ നേടാനാവുന്നില്ല എന്നതാണ് ഈ ഭീകരന്മാരെ കൂടുതൽ പ്രകോപിതരാക്കുന്നത്. ഹമാസിനെയും മറ്റ് പോരാട്ട സംഘങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഇസ്രായേൽ സൈന്യം പരാജിതരാണെന്ന് ലോകം വിലയിരുത്തുന്നത് ഇവർ കൊന്നൊടുക്കുന്നത് നിരാലംബരായ മനുഷ്യരെയാണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഈ സയനിസ്റ്റ് ഭീകരന്മാരെ ഇപ്പോൾ ആകെ പിന്തുണക്കുന്നതും ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതും ഇസ്രായേലിന്റെ വലിയ വിജയമായി കാണുന്നത് ഈ ലോകത്തൊരു പക്ഷേ ഒരു കൂട്ടരേ ഉള്ളൂ. അത് ഇന്ത്യയിലെ സംഘപരിവാർ അനുഭാവികൾ മാത്രമായിരിക്കും. അവരുടെ സ്വഭാവം കലാപങ്ങളിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്നത് വലിയ വിജയകരമായ ദൗത്യമാണെന്ന രീതിയിലാണല്ലോ. എന്നാൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷികളും ഇവർക്ക് ആയുധങ്ങളും നൽകി വന്നിരുന്ന സകല യൂറോപ്യൻ രാജ്യങ്ങളും വിലയിരുത്തുന്നത് ഇത്തവണത്തെ ഗസ യുദ്ധത്തിൽ ഇസ്രായേൽ രാഷ്ട്രീയമായും സൈനികമായും അമ്പെ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല 13,000-ഓളം കുഞ്ഞുങ്ങളെയും 15,000-ഓളം സ്ത്രീകളെയും കൊന്നു തള്ളിയ ക്രൂരന്മാർ എന്നതിലുപരി മറ്റെന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുമാണ്. അതേസമയം ഇസ്രായേൽ ആരെയാണോ ഇല്ലാതാക്കാൻ നോക്കിയത് അവർക്ക്, അഥവാ ഹമാസ് അടക്കമുള്ള ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ ലോക സൈനിക ശക്തിയെ 6 മാസത്തോളമായി വെള്ളം കുടിപ്പിക്കുന്നു എന്ന ഖ്യാതി നേടാനുമായി കഴിഞ്ഞ ദിവസം അൽഷിഫ ആശുപത്രിയിലേക്ക് ടാങ്കുകളുമായി പാഞ്ഞു കയറിയ ഇസ്രായേലി അധിനിവേശ സൈനികർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗികളെയും സ്ത്രീകളെയും അടക്കം 100ഓളം പേരെയാണ് കൊല ചെയ്തത്. എന്നാൽ ലോകത്തിന് മുന്നിൽ ഈ സംഭവം വീണ്ടും ഇവരുടെ കാട്ടാള ഹൃദയം തുറന്നു കാട്ടിയതോടെ ഇപ്പോൾ മുഖം രക്ഷിക്കാൻ ഇവർ പറയുന്നത് അവിടെ തങ്ങൾ 60ഓളം ഹമാസ് പോരാളികളെ കൊന്നുവെന്നാണ്. എന്നാൽ ഹമാസ് നേതാക്കളടക്കം പലരെയും തങ്ങൾ കൊന്നുവെന്ന് കള്ളവാർത്ത പുറത്തുവിടുന്നതിന് പിന്നിൽ യഥാർത്ഥ ഹമാസ് പ്രവർത്തകരെയും നേതാക്കളെയും കണ്ടെത്താനുള്ള കുടില ബുദ്ധിയാണ് ഇവർ പ്രയോഗിക്കുന്നതെന്നാണ് ഇസ്രായേൽ പയറ്റുന്നതെന്നാണ്. ഇതിൽ ജനങ്ങൾ വീണു പോകരുതെന്നുമാണ് ഹമാസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഏറ്റവും ഉന്നത കോർഡിനേറ്ററും ഒക്ടോബർ 7 ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിയ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനുമായ യഹിയ സിൻവർ 4-5 തവണ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ വ്യാജവാർത്ത പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ വ്യാജവാർത്ത പുറത്തുവിടുമ്പോൾ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കേണ്ടി വരുമ്പോൾ അവിടം മുതൽ അവരെ പിന്തുടരാനുള്ള കുബുദ്ധിയാണ് ഇസ്രായേൽ കാണിക്കുന്നതെന്നും ജനങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളിൽ വീഴരുതെന്നും കഴിഞ്ഞ ദിവസം ഹമാസ് ആഹ്വാനം ചെയ്തു.